ക്ഷമാപണമൊക്കെ മോൾ ഒരു തെറ്റും ചെയ്തല്ലോ. മോള് ഞങ്ങളെ മനസ്സിലാക്കിയല്ലോ, അത് തന്നെ നന്നായി. ആദ്യം കേട്ടപ്പോൾ അംഗീകരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് കുഴപ്പമില്ല. തേജു, മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എനിക്കൊരു ദേഷ്യമില്ല ചേച്ചി. ചേച്ചി ഞങ്ങളെ മനസ്സിലാക്കിയല്ലോ, ഞങ്ങളോട് ദേഷ്യമൊന്നുമില്ലല്ലോ, അത് മതി. പിന്നെ ക്ഷമിക്കണം ചേച്ചി, എനിക്കറിയില്ലായിരുന്നു കുക്കിയേട്ടനും ചേച്ചിയും തമ്മിൽ. അയ്യോ മോൾ, അങ്ങനെയൊന്നുമില്ല. വീട്ടുകാരായിട്ട് ഉറപ്പിച്ച കല്യാണമായിരുന്നു, പിന്നെ അവർ തന്നെ വേണ്ടാന്ന് വെച്ചു. എനിക്ക് കുക്കിയേട്ടനോട് ഇഷ്ടമുണ്ടെന്നല്ലാതെ കുക്കിയേട്ടൻ എന്നോട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മോള് ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ഇച്ചിരി മോള് വിഷമിക്കണ്ട കേട്ടോ. താങ്ക് യു ചേച്ചി. മതി മതി, ഇനി പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെന്റിമെന്റ് ആവാനും നിൽക്കണ്ട. ഇന്ന് നല്ലൊരു ദിവസമല്ലേ, എന്താ വേണ്ടിച്ച് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി തരാം. ഹലോ, ഞാനൊരാളിവിടെ ഉണ്ട്. എന്നെ വല്ല ഓർമ്മയുണ്ടോന്നാവോ ഡാഡി? എന്താ റിജുട്ടിന് ജലസ് അടിച്ചോ? എടാ, അവര് നിന്നെയും കൂടെ അറിയത്തില്ലാറില്ലടാ. ഡാഡിക്ക് നീ തന്നെ വലുത്. എന്താ വേണ്ടിച്ച് പറയും, ഡാഡി ഉണ്ടാക്കി തരാം. ഡാഡി ഉണ്ടാക്കിയരെന്ന് പറഞ്ഞ് കൊതിപ്പിക്കാതെ പോയി ഉണ്ടാക്കുന്നുണ്ടോ? അങ്കിളിന് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയോ? അത്യാവശ്യത്തിന് ഉണ്ടാക്കാനൊക്കെ അറിയാം. പിന്നെ കഴിക്കുന്നവരുടെ അഭിപ്രായം കൊല്ലിരിക്കും. ഈ രണ്ടെണ്ണത്തിന് ഒരു വസ്തു ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ തന്നെ അടുക്കള കയറണ്ടേ, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും. മോളെ ഈ അങ്കിളുകളെ മാറ്റിയിട്ട് ഡാഡി എന്ന് വിളിച്ചൂടെ, റിജു വിളിക്കുന്ന പോലെ? അത് അങ്കിളെ, ഇത്ര പെട്ടെന്നൊന്നും എനിക്ക്. മോളെ നിർബന്ധിക്കുന്നില്ല. മോൾക്ക് എപ്പോഴാ തോന്നുന്ന ചപ്പ വിളിച്ചാൽ മതി. മോളെ എനിക്ക് എന്നെ മോളെ പോലെ തന്നെയാ. ആ, ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ ചെല്ലട്ടെ, അല്ലെങ്കിൽ രണ്ടെണ്ണം കൂടി എന്നെ തിന്നും ചിലപ്പോ. അയ്യോ തേജുട്ടി, വിശന്ന് തളർന്നടി, എന്നെ പിടിച്ചോ. അയ്യോ, ഇവരുടെ ഈ സന്തോഷം അധികം നാളെ നിൽക്കില്ല. എൻ്റെ അച്ഛനിൽ നിന്ന് എൻ്റെ റിജുവിനെ അകറ്റി ചെയ്യാണോ? എല്ലാം ഞാൻ ഇയാളിൽ നിന്ന് തകർക്കും, എല്ലാം തകർക്കും. നീ വയനും പിടിച്ചിരിക്കുകയാണോ? എന്താടാ നിനക്കൊരു പുച്ഛഭാവം? നിനക്ക് ഈ ബിസിനസ് വർക്ക് ഇതെന്നല്ലാതെ വേറെ ഒന്നും തലയിൽ വരത്തില്ലേ? എന്നാൽ ഞാൻ കുറച്ച് ഇവിടെ നിന്ന് ജോക്കറായിട്ട് അഭിനയിക്കാം. അതുകൊണ്ട് നീ സർക്കസ് വല്ലതും ചെയ്യണോ എന്റർടൈൻമെന്റിന് വേണ്ടി? നീയോ ഓഫീസിൽ വന്ന് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നില്ല, അപ്പൊ പിന്നെ ആരാ ചെയ്യാ? ആ, നീ ഇവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ഈ ബിസിനസ് കാര്യങ്ങൾ നോക്കി ഫയലും കെട്ടിപ്പിടിച്ചിരുന്നോ? അല്ല, നിർത്ത്. നിന്റെ പ്രശ്നം എന്താടാ? എനിക്കറിയാലോ കായ്, ഓൾറെഡി ഈ ഓഫീസിലത്തെ വർക്ക് ഉണ്ട്. അതും പറഞ്ഞ് മാഫിയ എന്നും പറഞ്ഞ് അതിന്റെ വർക്ക് കുറേ ഉണ്ട്. ഇതൊക്കെ പെൻഡിങ് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യണം നീ ഉദ്ദേശിക്കുന്നത്? എടാ, നീ ചെന്ന് ചെയ്യണ്ട. നീ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വല്ല അറിയുന്നുണ്ടോ? റിജി നിന്റെയും തേജന്റെയും ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുക. നീ എന്തെങ്കിലും പറയുന്നേ? അവനെങ്ങനെയാ? അല്ല, അവനെന്ത് അധികാര എന്റെ അവളുടെ ഡിവോഴ്സ് നടത്താൻ വേണ്ടിയിട്ട്? നീ അധികാരത്തിന്റെ കാര്യമൊന്നും പറയണ്ട. അവളുടെ ജീവിതത്തിലെ ഏറ്റവും അധികാരം അവന് തന്നെയാ. അത് നിനക്ക് നന്നായിട്ട് അറിയാലോ. എടാ, അവൻ പറഞ്ഞത് അവളെ കേൾക്കൂ. അതിപ്പോ എന്ത് വിഷയമാണെങ്കിലും. എനിക്കത് മനസ്സിലായിട്ടുണ്ട്, നിനക്കിപ്പോഴും മനസ്സിലായില്ല? എടാ, റിജിയുടെ മനസ്സിൽ തേജിനെ കുറിച്ച് നല്ല പേടിയുണ്ട്. നിന്റെ മനസ്സിൽ റിയ ഉണ്ടെന്ന് അവന് സംശയം. എടാ, ഞാൻ റിയ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. ഞാൻ ആ രീതിയിൽ അവളെ കണ്ടിട്ടില്ല. വീട്ടുകാരായിട്ട് വിവാഹം ഉറപ്പിച്ചുകൊണ്ടല്ലേ ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തത്. അതും പറഞ്ഞ് തേജിൽ എന്നിൽ നിന്ന് അവൻ എന്തിനാ അകറ്റാൻ നോക്കുന്നേ? അവന്റെ മനസ്സിൽ അവൻ അങ്ങനെ വിചാരിച്ചു വെച്ചോണ്ട് നിന്നെ അകറ്റാൻ നോക്കുന്നേ. അത് മാറ്റിയെടുക്കേണ്ടത് നിന്റെ കഴിവാ. അത് നീ ഇവിടെ കിടന്നിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, റിജി മനസ്സിൽ വിചാരിച്ചപ്പോഴുണ്ടാവില്ല തേജും വിചാരിച്ചിട്ടുള്ള എന്നെ പറ്റി. ഇതിനിടയ്ക്കാണെങ്കിൽ റിയ അവരോടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറി ഒന്നിക്കാനും പോവാം. തേജു അവളുടെ ചേച്ചിക്ക് വേണ്ടി എന്നെ വിട്ടുകൊടുക്കുവോ? ചിലപ്പോൾ വിട്ടുകൊടുത്തെന്നൊക്കെ വരും. അങ്ങനെ വിട്ടുകൊടുക്കാതിരിക്കണമെങ്കിൽ നിന്റെ മനസ്സിലെ പ്രണയം അത് തേജസ്സിനോട് മുന്നിൽ നീ തുറന്നു കാണിക്കണം. അവിടെ മൂടി വെച്ചുകൊണ്ട് കാര്യമില്ല. എടാ, അവളുടെ അടുത്ത് തുറന്നു കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവളൊന്നും കാണാൻ പോലും കിട്ടണ്ടേ, എന്നിട്ടില്ല ഞാൻ തുറക്കേണ്ട കാര്യം. അവൾ ഒരാഴ്ച അവളുടെ വീട്ടിൽ പോയി നോക്കുന്നു, ഇതുവരെയായിട്ട് വന്നിട്ടൊന്നുമില്ല. അത് വേറൊന്നല്ല, നിന്റെ പൊന്നാര ബ്രദറിനെ വിടാത്തതാ. വിജി അവളെ കൂടി തിരിച്ചു വിടില്ലെന്ന് പറയുന്നത്. ഇനിയിപ്പോ ഒരു വഴിയല്ലോ, നീ അവളെ വീടിന്റെ മതിൽ ചാടിക്കോ, നേരെ പോയി അവൻ കേട്ടില്ല. ആ, തേജു, ഓ കാണാൻ പറ്റിയല്ലോ ഒന്ന്. അയ്യോ, വിളിക്കണ്ട. അവൾക്ക് എന്നെ കുറിച്ചൊരു വിചാരം പോലുമില്ലെന്ന് തോന്നുന്നത്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എന്തായാലും ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഈ വീടിന്റെ മതിൽ ചാടാനേ പറ്റുള്ളൂ. അളിയാ, നീ കാരണം. എന്ത് വലിയ മതിലാ അത്. എന്തായാലും ചാടാം. ഇനി പുറത്തങ്ങനെ നിൽക്കണ്ട, അകത്ത് കയറാം. എനിക്കൊന്ന് കിടന്നാൽ മതി. ആ, എന്താ സുഖം. ഉറക്കം വരുന്നു. നല്ല തണുപ്പ്. നല്ല തണുപ്പല്ലേ?
ഈ തലോണെ കെട്ടിപ്പിടിക്കുന്ന പകരം എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചാൽ പോരെ? ആ വന്നോ? എവിടെയായിരുന്നു? ഇവളെത്താ എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഡ്രീമില് വന്ന് എന്റെ ഉറക്കം കളഞ്ഞിരുന്ന എന്റെ പൊന്നങ്കിളെ, ഈ ഇല്യൂഷനും തുടങ്ങി എനിക്ക് അങ്കിളിനെ കാണലൊക്കെ. പോയി പോയി അങ്കിളിന്റെ ലിറ്റിൽ വൈഫിനും വട്ടായി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇത് റിയാലിറ്റി എന്ന് വിശ്വസിക്കുന്നില്ല. അപ്പോ ഞാൻ ഇല്യൂഷനാണോ? എന്നപ്പോ ശരിയാക്കി തരാം. ഇല്യൂഷനല്ലേ? ഇപ്പോഴും എന്റെ പൊന്നു ലിറ്റിൽ വൈഫിന് മനസ്സിലായില്ലേ? ഇനി ഈ ഷോക്കൊന്നും മാറിയില്ലെങ്കിൽ ഷോക്ക് മാറാൻ ഞാൻ വേറെ ഒന്നും തരണോ? അയ്യോ വേണ്ട 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 വേണ്ട. എന്റെ ഷോക്ക് മാറി. അല്ല എന്താ ഇവിടെ? എങ്ങനെ വന്നത്? ഞാൻ ഇത്ര നേരം ഫ്രണ്ടിലുണ്ടായിരുന്നല്ലോ, അപ്പൊ ഒന്നും കണ്ടില്ലല്ലോ. അയ്യോ റിജിങ്ങനെ കണ്ടിരുന്നോ? എന്റെ പൊന്നു ലിറ്റിൽ വൈഫ് ഇങ്ങനെ ശ്വാസം വിടാതെ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഏതിനൊക്കെ ഉത്തരം പറയും? പിന്നെ ഞാൻ വന്ന വഴി നേർവഴിയല്ല, മുതൽ ചാടി വന്നത് രുചി കാണാതിരിക്കാൻ വേണ്ടി. നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? വീട്ടിൽ കയറാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? റിജു വരാൻ സമ്മതിക്കില്ല. അതുപോലെ എന്നിട്ട് എനിക്കും താല്പര്യമില്ല. അതെന്താ ലിറ്റിൽ വൈഫ് നിനക്ക് താല്പര്യമില്ലാത്ത? എന്ത് പറ്റി? അത് പിന്നെ അങ്കിളുടെ മനസ്സിലെ ചേച്ചിയല്ലേ പ്രിയ ചേച്ചി. പ്രിയ ചേച്ചിയോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങളുടെ ഇടയിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയാം രജിയുടെ എന്ത് നീ മനസ്സിൽ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും റിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അവൾക്ക് വാക്കു കൊടുത്തിരുന്നു, ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാമെന്ന്. പക്ഷെ അത് പ്രണയിക്കുന്നുണ്ടല്ല, വീട്ടുകാർ പറഞ്ഞ് വാക്ക് മുടക്കിയതുകൊണ്ടാ. അവളുടെ മനസ്സിൽ ഞാനുണ്ട്, അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് അവളെ വേദനിപ്പിക്കേണ്ട വെച്ചിട്ട് അങ്ങനെ പറഞ്ഞത്. ഞാൻ ഒരിക്കലും റിയെ സ്നേഹിച്ചിട്ടില്ല, സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നീ ചോദിച്ചു നോക്കുവടുത്ത്. എനിക്കതൊന്നും അറിയില്ല. പ്രിയ ചേച്ചി ഇപ്പം എല്ലാം മറന്ന് ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. ചേച്ചിയുടെ മനസ്സ് നീ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചേച്ചി ആഗ്രഹിക്കുന്നെല്ലാം ചേച്ചിക്ക് കിട്ടണം. ചേച്ചിയുടെ മനസ്സ് വേദനിക്കാൻ അങ്കിളെ. നിന്റെ ചേച്ചിയുടെ വേദന മാത്രമേ നിനക്ക് കാണുന്നുള്ളൂ, എന്റെ വേദന നിന്റെ കണ്ടു കാണുന്നില്ലേ നിനക്ക്? ഞാൻ ഒരിക്കലും നിന്റെ ചേച്ചി സ്നേഹിച്ചിട്ടില്ല. നീ എന്റെ നല്ലൊരു ഫ്രണ്ടാ. അവളെ വേദനിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അത് പറഞ്ഞ് നിന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. നിന്നെ വിട്ട് അവളുടെ പിന്നാലെ ഞാൻ ഒരിക്കലും പോകില്ല. ടീച്ചർ ഐ ലവ് യു. എനിക്ക് എന്റെ ലിറ്റിൽ വൈഫ് ഒരുപാട് ഇഷ്ടം. നമ്മൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നും എനിക്കറിയില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം തേജു. ഐ റിയലി ലവ് യു. എനിക്കിതിനൊരു മറുപടി തരാൻ പറ്റില്ല. പ്രിയ ചേച്ചിയുടെ മനസ്സിൽ അങ്കിളില്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഒരു എന്താ മോഹിപ്പിക്കാതെ പറയും. ഒരിക്കലും നീ എന്നെ സ്വീകരിക്കില്ലെന്നല്ലേ? ഞാൻ ഇതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? എല്ലാവരും മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ ഞാൻ നിൽക്കുന്നത്. ഞാൻ അവളെ സ്നേഹിക്കുന്നെന്നോ അവൾക്ക് വേണ്ടി കാത്തിരിക്കാന്നല്ല വാക്ക് കൊടുത്തത്. ഞാൻ മറ്റൊരു പെൺകുട്ടിയെ സ്വീകരിക്കില്ലെന്നാ. പക്ഷെ അത് സംഭവിച്ചു പോയി. മനഃപൂർവ്വമല്ലല്ലോ, ഞാൻ വേണിച്ചിട്ടല്ലല്ലോ ചെയ്തത്. സാഹചര്യം കൊണ്ട് സംഭവിച്ചതല്ലേ. അതും പറഞ്ഞ് എല്ലാവരും തന്നെ എന്നെ ക്രൂശിക്കുന്നേ. ഞാൻ അവളുടെ വിഷമം മാറാൻ വേണ്ടി അവൾക്ക് വാക്ക് കൊടുത്തപ്പോ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാനുള്ള അവസ്ഥയായി മാറുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ഞാൻ കാത്തിരിക്കും നിനക്ക് വേണ്ടി. എന്റെ പ്രണയം നിനക്ക് മാത്രമുള്ളതാ. ഞാനത് പറയട്ടെ, മനസ്സിലാക്ക് പ്ലീസ്. തേജി എനിക്കൊന്നും കേൾക്കണ്ട. നീ പറയുന്നൊന്നും കേൾക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. ജീവിതകാലം മുഴുവൻ വേണമെങ്കിലും മറ്റൊരാളെ ഞാൻ സ്വീകരിക്കില്ല. ഞാനിപ്പോ പോവാം. നിന്റെ ഭർത്താവെന്നുള്ള അധികാരത്തോടെ തന്നെ വീടിന് മുന്നിൽ കൂടെ ഇറങ്ങി പോകുന്നത്. കുക്കി, കുക്കി, നീ എന്താ ഇവിടെ? ആ റിജി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഞാൻ എന്റെ ഭാര്യയെ കാണാൻ വേണ്ടി വന്നതാ. നിന്റെ ഭാര്യയോ? അങ്ങനെ ആരും ഇവിടെ ഇല്ലല്ലോ. എന്താ രജി, നിനക്ക് അമ്നീഷെല്ലാം ബാധിച്ചോ? നിനക്ക് ഓർമ്മയില്ലേ നിന്റെ പെങ്ങളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത്? ഓ, നീ ആ സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. തേജസ്വിനി ജഗന്നാഥ് ജയദേവ് എന്റെ വൈഫിനെ കാണാൻ വന്നതാ.
എന്താ എത്ര ദേഷ്യം ഉണ്ടായിട്ടാടാ അവളിനെ ബായി എന്ന് പറയാൻ? എന്റെ 2 പെങ്ങന്മാരുടെ ജീവിതം നീ നശിപ്പിക്കാൻ നോക്കുന്നോ? ജിജി, എടാ നീ എന്താ ചെയ്യുന്നേ? നീ എന്തിനാ കുക്കിയോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്ന് മിണ്ടാതിരിക്കെ, വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കല റിജി. ആ പൊന്നുമോൾ ഇവിടെ ഉണ്ടായിരുന്നോ റിയ? നിനക്ക് സമാധാനായില്ലേ എന്റെ ജീവിതം ഇങ്ങനെ തൊലയുന്ന കാണുമ്പോ? നീ ഒറ്റൊരുത്തി കാരണം നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ആ ഒരു വാക്ക് പറഞ്ഞത്. അതെന്റെ ജീവിതം നശിപ്പിക്കുന്നു ഞാൻ കരുതിയില്ല. പിന്നെ റിജി, നിന്റെ ഈ പെങ്ങളുടെ ജീവിതം നശിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ കുറ്റം കൊണ്ടാ. അത് എന്റെ തലയിൽ ഇടാൻ നോക്കരുത്, അവളുടെ വാശി കൊണ്ടാ. അതും പറഞ്ഞ് എന്റെ തേജുവിനെ അകറ്റാൻ നീ നോക്കിയാലുണ്ടല്ലോ റിജി. ഞാൻ ഇവളുടെ കാര്യം പറഞ്ഞിട്ട് മാത്രമല്ല കുട്ടി ഈ വിവാഹം വേർപിരിക്കാൻ നോക്കുന്നത്. നിന്റെ അവളുടെ ഏജ് ഡിഫറൻസ് അറിയില്ല നിനക്ക്? അവൾക്ക് 19 വയസ്സായിട്ടുള്ളൂ, നിനക്ക് 40 ആറായി. എന്റെ പെങ്ങളുടെ ജീവിതം തുലയ്ക്കാൻ ഞാൻ തയ്യാറല്ല രജി. ഏജ് ഡിഫറൻസിന്റെ കാര്യം പറഞ്ഞു ഞങ്ങളെ അകറ്റാന്ന് നീ നോക്കണ്ട. നീ അവളുടെ ബ്രദർ ആയിരിക്കും, അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട് ആ ബന്ധത്തെ. പക്ഷെ അതും പറഞ്ഞ് എന്റെയും തേജിന്റെ ജീവിതത്തിൽ കയറി ഇടപെടാൻ നിൽക്കരുത്. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൾ ആർക്കും ഞാൻ വിട്ടു കൊടുക്കില്ല. നിന്റെ ഈ പെങ്ങളും നീയും കൂടി അതിന് ശ്രമിച്ചാ, ഞങ്ങളെ പിരിക്കാൻ ശ്രമിച്ചാ, ഈ കുക്കിയെന്ന് എന്നെ ആയിരിക്കില്ല നിങ്ങൾ കാണാം. ജഗന്നാഥ് ചെയ്തേവെന്ന എന്റെ യഥാർത്ഥ മുഖമായിരിക്കും. അതിനൊതുങ്ങിയ നിങ്ങളുടെ ഒരു സർവനാശമായിരിക്കും ഉണ്ടാവുക.